ശ്രദ്ധിച്ചോളണം. 4 വാക്കിൽ പരിപാടി നിർത്താൻ പോവുകയാണ്. ഒറ്റ രാത്രിയിൽ 1000 മാസത്തേക്കാൾ ഇബാദത്ത് കിട്ടുന്ന എങ്ങനെയാ? തനസ്സലുൽ മലായികത്തു വറൂഹ്. ആ രാത്രിയാണ് മാലാഖമാരുടെ ലീഡറാകുന്ന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമും ഒരു മനുഷ്യൻ 1000 മാസത്തേക്കാൾ നിസ്കരിക്കണമെങ്കിൽ എത്ര നിസ്കാരം വേണം? അത് ചെയ്യാനുള്ള മലക്ക്. 1000 മാസത്തെ ദിക്ർ ചെല്ലണമെങ്കിൽ എത്ര വേണം? അത്ര ചെല്ലാനുള്ള മലക്ക്. മാലാഖമാരുടെ ഒരു വ്യൂഹം ആ രാത്രി അങ്ങോട്ട് ഇറങ്ങും. അവരിറങ്ങിയിട്ട് എന്താ ചെയ്യാ? നിങ്ങളുടെ കൂടെ അവരങ്ങ് നിസ്കരിക്കും. അവർ നിസ്കരിച്ചതിന്റെ കൂലി നിങ്ങൾക്ക് വരും. നിങ്ങളുടെ ദുആക്ക് അവർ ആമീൻ പറയും, കൂലി അങ്ങോട്ട് നിങ്ങൾക്ക് വരും. നിങ്ങളുടെ കൂടെ അവർ ഖുർആൻ ഓതും, കൂലി നിങ്ങൾക്ക് അങ്ങോട്ട് വരും. ഇങ്ങനെയുള്ള പരിപാടി ഏത് സമയം വരെ നിൽക്കും? സൂര്യൻ ഉദിച്ചതു മുതൽ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, കിഴക്ക് വെളുക്കുന്നത് വരെ ഒറ്റ രാത്രി. ഇതെല്ലാ റമദാനിലും ഉണ്ട്. നിങ്ങളുടെ അഷറഫ് ഫൈസി ഉസ്താദ് 22-ാം രാവിലെ ലൈലത്തുൽ ഖദർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? 23-ാം രാവിലാന്ന് പറഞ്ഞിട്ടുണ്ടോ? 25-ാം രാവിലാന്ന് പറഞ്ഞിട്ടുണ്ടോ? അവസാനത്തെ 10-നാന്ന് പറഞ്ഞിട്ടുണ്ടോ? പറയൂല. ഇവിടെ എല്ലാം ഫൈസി ഉസ്താദ് അടക്കമുള്ള ഉലമാക്കൾ പറയുന്നത് തഹറൗ, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചോ. അവസാനത്തെ 10-ല്, ഒറ്റ രാവിലെ, 27-ാം രാവിലെ. അതിന് തങ്ങളിൽ അങ്ങോട്ട് പോകാറായപ്പോ പറയണതാ, വിളക്ക് കെടാൻ പോവാ, വേഗം നോക്കിക്കോ. റമദാൻ 1 മുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതായ നിധിയുടെ പേരാണ് ലൈലത്തുൽ ഖദർ. എന്തിനാ റമദാൻ? ലൈലത്തുൽ ഖദറിന് വേണ്ടി. ലൈലത്തുൽ ഖദർ എന്തിനാ? 1000 മാസത്തേക്കാൾ ഇബാദത്ത് കിട്ടാൻ. കിട്ടണത് എന്തിനാ? മുൻഗാമികളെക്കാൾ പവർ ഉണ്ടാകാൻ. പവർ ഉണ്ടാവണം എന്തിനാ? റയ്യാൻ കടക്കാൻ. റയ്യാൻ കടക്കണം എന്തിനാ? അള്ളാനെ കാണാൻ. അതവിടെ നിൽക്കട്ടെ. അള്ളാനെ കാണാൻ വിശദീകരിക്കാൻ പറ്റൂല, അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. റമദാൻ മാസം ലൈലത്തുൽ ഖദറിന് ഉറങ്ങാത്തവരും കൂടെ നോക്കും, ഉറങ്ങുന്നവരെ വരും ഉറങ്ങട്ടെ. ലൈലത്തുൽ ഖദർ 1000 മാസത്തേക്കാൾ ഇബാദത്ത് കിട്ടാൻ. ഇബാദത്ത് കിട്ടാൻ മുൻഗാമികളെക്കാൾ പവർ ഉണ്ടാകാൻ. പവർ കിട്ടണത് റയ്യാൻ കിടക്കാൻ. റയ്യാൻ കിടക്കണത് അള്ളാനെ കാണാൻ. ഇങ്ങനെ എനിക്ക് നിസ്കാരത്തിന് ഒന്ന് എണ്ണി തരാവോ? സാധിക്കൂല. സക്കാത്തിന് ഒന്ന് എണ്ണി തരാവോ? സാധിക്കില്ല. ഹജ്ജിനെ ഒന്ന് എണ്ണി തരാവോ? സാധിക്കില്ല. അപ്പൊ എന്തിനാ റമദാൻ? ലൈലത്തുൽ ഖദർ. ഒറ്റ ദിവസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഒറ്റ ദിവസം നഷ്ടപ്പെട്ടിട്ടില്ല. നോമ്പിലേക്ക് നമ്മൾ എത്തണുള്ളൂ. ഇവിടെ തെങ്ങും തൈ നടുവാണ് ഒരു കാക്ക. എന്തിനാണ് കാക്ക തെങ്ങും തൈ ഉള്ളത്? പല്ലുകുത്താൻ ഈർക്കണില്ല ഊരാനെ. അങ്ങനെ തെങ്ങിടുന്നോട് ഊരാരിക്കും തീ അത്തൊടിപ്പിക്കാൻ ഓലയില്ല ഊരാനെ, അതുകൊണ്ട് തെങ്ങോട്ട് അങ്ങനെ ഉണ്ടോ? തെങ്ങാണ് തേങ്ങ കിട്ടാൻ. തേങ്ങ കിട്ടാൻ വേണ്ടി തെങ്ങ് നട്ട ഇയാളുടെ തെങ്ങ് വളരുമ്പോൾ സ്വാഭാവികമായും ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. ഓല, ഈർക്കിളി, മടല്, ചകിരി, ചിരട്ട, ഓഞ്ഞാട്ട, അതൊക്കെ കിട്ടും. നോമ്പ് പിടിക്കുന്നത് ലൈലത്തുൽ ഖദറിനാണ്. ലൈലത്തുൽ ഖദർ നോമ്പ് പിടിക്കുമ്പോൾ കണ്ണ് നന്നാവും, കാത് നന്നാവും, ശരീരം മൊത്തം നന്നാവും. ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്നതാണ് നോമ്പ് ലൈലത്തുൽ ഖദറിനാണ്. ഫജറങ്ങോട് വെളിവാകുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറയും, യാ മഹാശറൽ മലായിക റഹീലർ റഹീൽ, വാനലോകത്തിന്റെ എന്നോടൊപ്പം ഇറങ്ങി വന്ന മാലാഖ കൂട്ടമേ, മടങ്ങിക്കോ മടങ്ങിക്കോ. പൊന്നാര നബി ചോദിക്കുന്നു, ജിബ്രീലേ, നിങ്ങൾ അങ്ങനെ മടങ്ങിപ്പോകുമ്പോൾ എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ്? ഇന്നല്ലാഹ ഖദ് അഫാ അൻഹും വഗഫറ ലഹും. ശ്രദ്ധിച്ചോ, അല്ലാഹുവിന്റെ നബിയെ, ഈ ലൈലത്തുൽ ഖദർ ദുആ ചെയ്തവരുടെ എല്ലാം അല്ലാഹു സ്വീകരിച്ചു. തൗബ ചോദിച്ചവർക്കൊക്കെ മാപ്പ് കൊടുത്തു. സ്വർഗം ചോദിച്ചവർക്കെല്ലാം നൽകി. നരകം കാവൽ തേടിയവരെല്ലാം അല്ലാഹു തആല കാവൽ കൊടുത്തു. ഇല്ലാ മൻ അർബഅ മിൻഹും, 4 സ്വഭാവത്തിൽ നിന്ന് പിന്മാറാത്തവർക്കൊഴികെ എന്ന് മലക്ക് ജിബ്രീൽ. സഹാബാക്കൾ ഇത് കേട്ടപ്പോൾ അവർക്ക് ജിജ്ഞാസയായി. അവർ ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്. പകലന്തിയോളം പട്ടിണി നടന്നിട്ട്, രാത്രിയെല്ലാം തറാവി നിസ്കരിച്ചിട്ട്, ഉറക്കം ഒഴിവാക്കി തഹജ്ജുദ് നിസ്കരിച്ചിട്ട്, ആ പകലന്തിയോളം ഖുർആൻ ഓതിയിട്ട്, പാരിക്കോരി സദഖ ചെയ്തിട്ട്, ധാരാളം ആളുകളെ നോമ്പ് തെറിപ്പിച്ചിട്ട്, നോമ്പ് കിട്ടാത്ത പടപ്പുകൾ ആരാണ് നബിയേ? അല്ലവല് ഒന്നാമത്തേത് ആഖുൽ വാലിദൈ നബിയുനാ റസൂലുള്ളാഹി, ഉമ്മ ഉപ്പാനെ വേദനിപ്പിച്ച മക്കളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ ഒരു പോയിന്റ് ഞാനിവിടെ നിന്ന് നിങ്ങളോട് പറഞ്ഞാൽ ഒരാഴ്ച പറഞ്ഞാൽ തീരൂല. പൊന്ന് പടപ്പുകളെ, വിവരം കേട്ട ബാബാ മുസ്ലിയാർ പറഞ്ഞാൽ ആദ്യം നിങ്ങൾ പറഞ്ഞാലോ
ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടു, അത് മാത്രം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഹുഖൂഖിൽ വാലിദൈൻ, മാതാപിതാക്കളുടെ കടമകൾ എന്താണ് നബിയെ? ഖാല ഹുമാ ജന്നത്തുക വനാറുക, ഉമ്മയും ഉപ്പയും നിന്റെ നരകമാണ് അല്ലെങ്കിൽ സ്വർഗമാണ്. ഉമ്മ എവിടെയെങ്കിലും കിടക്കുകയാണോ? വേഗം പോയി എടുത്തോണ്ട് പോരെ, എന്നിട്ട് നോമ്പ് കുടിച്ചോ. പാപ്പ എവിടെയെങ്കിലും കിടക്കുകയാണോ? പോയി കൊണ്ടേരെ. പാപ്പാടെ ഉമ്മാടെയൊക്കെ പ്രവർത്തനം കണ്ട ചേരകത്തടി എടുത്ത് നെറിയയിലേക്ക് ഒരു മുട്ട് കൊടുക്കാൻ തോന്നും. അതിന്റെ പേരെ പരീക്ഷണമെന്ന് കൊണ്ടുവന്ന് കിടത്തിക്കോ. മിനുന്നുള്ള മിറ്റത്തിൽ നിന്ന് മൂത്രമൊഴിക്കും, സഹിച്ചോ. ഹുമാ ജന്നത്തുക വനാറുക, മാതാപിതാക്കളെ തള്ളിയ, അവരെ വേദനിപ്പിച്ച ഒരൊറ്റ മക്കളും ഇടയത്താഴം കുടിക്കണ്ട, പട്ടിണി കിടക്കണ്ട, സദക്ക ചെയ്യണ്ട, നോമ്പ് തുറപ്പിക്കണ്ട. കൊടം കമഴ്ത്തി വെച്ച് എത്ര നല്ല ബക്കറ്റ് കൊണ്ട് വെള്ളം ഒഴിച്ചാലും ഒരു തുള്ളിയും പോവില്ല. വസ്സാനി, രണ്ടാമത്തത് ഖാത്തിഉർ റഹ്മിൻ നബീന റസൂലുള്ളാഹി, കുടുംബ ബന്ധങ്ങൾ മുറിച്ചവരാണ്. അനിയന്റെ ഒരു പൈസ ചേട്ടന് വേണ്ട, ചേട്ടന്റെ ഒരു പൈസ അനിയനും വേണ്ട. തമ്മിൽ കണ്ടാൽ മിണ്ടുമില്ല, കയറി ഇറങ്ങുമില്ല. ആങ്ങളുടെ ഒരു സഹായം പെങ്ങൾക്ക് വേണ്ട, പെങ്ങളുടെ ഒരു സഹായം ആങ്ങളയ്ക്കും വേണ്ട. തമ്മിൽ മിണ്ടൂല, കണ്ടാൽ കയറി ഇറങ്ങൂല. ഭർത്താവിന്റെ അയാളെങ്ങാണ്ട് പോയി കിടപ്പുണ്ട്, ഭർത്താവിനോട് എന്റെ പെണ്ണുമ്പിള്ളന്റെ അവളെങ്ങാണ്ട് പോയി കിടപ്പുണ്ട്. ഓ, എന്തോ ഒരു നോമ്പാണ്, പടപ്പുണ്ട്, എന്തൊരു തറാവീഹാണ്. രണ്ടും പിണങ്ങിയേക്കുക. കുടുംബ ബന്ധമായി മുറിഞ്ഞേക്കണേ പടക്കത്തിലൂടെ. കുടുംബ ബന്ധത്തിന്റെ അടിത്തറയാണ് കേട്ടോ ഭാര്യ ഭർത്തൃ. കുടുംബ ബന്ധത്തിന്റെ ആണിക്കല്ലാണ് കേട്ടോ വാപ്പായുമായി. അമ്മാച്ചൻ അമ്മായിയമ്മ എന്നുള്ള ശൈലിയുണ്ട് സമുദായത്തിന്റെ പുതിയ തലമുറയ്ക്ക്. അതെന്റെ കെട്ടിയൊക്കെ ഉമ്മായും വാപ്പായും. ഇതെന്റെ വാപ്പായുമായി. അത് അമ്മാച്ചന്റെ വാപ്പായുമായി, ഇതെന്റെ ഉമ്മായും വാപ്പായും. എനിക്കിതൊന്ന് പറയണമെങ്കിൽ കുറെ സമയം വേണം. 3 ദുആ സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ നബി നിർത്തിയില്ല. ഒരു സംശയം ഇല്ലാട്ടോ എന്ന് പറഞ്ഞിട്ട് തങ്ങൾ പറഞ്ഞു, ഉമ്മാടെ ഉപ്പാടെ ദുആക്ക് ഒരു സംശയം ഇല്ലാട്ടോ, ഒരു മറയില്ല, നേരെ സ്വീകരിക്കുമെന്ന് നബീന റസൂലുള്ളാഹി. ഭാര്യയുടെ ഉമ്മായും ബാപ്പായും നിന്റെ അസൽ ഉമ്മായും ബാപ്പായും, ഭർത്താവിന്റെ ഉമ്മായും ബാപ്പായും നിന്റെ അസൽ ഉമ്മായും ബാപ്പായും. മാതാപിതാക്കളുടെ ദുആ എന്ന് പറഞ്ഞാലേ അവര് വാവുലേൻ ഉദാർക്കണേ, 4 മണിക്കൂർ ഉദാർക്കണ്ട. ഓ പടച്ചവനെ എന്നൊരു വിളി വിളിച്ചാൽ മതി. എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ സംരക്ഷിച്ച എന്റെ പൊന്നുമോള്, ചോര നീരാക്കി ഉണ്ടാക്കിയ സമ്പത്ത് എല്ലാം കൊടുത്ത് എന്റെ മോളെ ഏൽപ്പിച്ചുള്ള റബ്ബേ. ഒരു പെൺകുട്ടിയുടെ വാപ്പായുമായി ചിന്തിക്കുക, എന്റെ പൊന്നുമോള് കണ്ണീരിലാണല്ലോ റബ്ബേ. ഈ ദുനിയാവിൽ ഒരൊറ്റ ചെറുക്കനും ചൊവ്വാവൂല, ഒരുത്തനും ഗതി പിടിക്കില്ല. കാരണം പെൺകുട്ടിയുടെ വാപ്പാടെ കണ്ണീര്, പെൺകുട്ടിയുടെ അമ്മയുടെ കണ്ണീര്. എന്നോട് എത്ര ആൾക്കാർ പറയേണ്ടതല്ലേ, ഉസ്താദെ കല്യാണം കഴിഞ്ഞ പിന്നെ കച്ചവടം ആകെ ഡിമ്മാണ്. നീ നോക്കടാ നിന്റെ അമ്മായിയമ്മ അമ്മാച്ചനായിട്ടുള്ള നിലപാട് നോക്ക്. അതുപോലെ പെൺകുട്ടിയുടെ പിന്നെ മോന്റെ ഉമ്മായും പാപ്പായി, പഠിച്ചവനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്റെ പൊന്നുമോ ഞങ്ങൾക്ക് എല്ലാം എന്ത് വേണ്ടപ്പെട്ടവനായിരുന്നു മോനെ. റബ്ബേ, ഇവള് വന്ന് കേറിയതിന്റെ ശേഷം എന്റെ പൊന്നുമോൻ എന്റെ നേരെ പോലും നോക്കണില്ലല്ലോ അല്ലാ എന്ന ഒരാൺകുട്ടിയുടെ ഉമ്മ വേദനിച്ചാൽ, ഒരാൺകുട്ടിയുടെ വാപ്പ വേദനിച്ചാൽ, ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികളെ നിങ്ങൾ കരിഞ്ഞു പോകുന്നില്ല. എന്റെ വാക്കല്ല ഇത്. من أحب يبسط له في رزقه وينسى له في أثره فليصل رحمه نبينا رسول الله. തങ്ങളുടെ വാക്ക. അതുകൊണ്ട്